എല്ലാ ഭക്ഷ്യ ആഹാര മാർഗങ്ങളിലും ജലാംശമുണ്ട്. പക്ഷെ ശുദ്ധജലം അത് വേറെ തന്നെയാണ്. നമസ്കാരത്തിലാവട്ടെ, ജിഹാദിലാവട്ടെ, എല്ലാത്തിലും ദിക്റുല്ലാഹിയുടെ വിഹിതമുണ്ട്. അതൊക്കെ ദിക്റുല്ലാഹിയുടെ ഭാഗമാണെന്ന് പറയാം. അത് മാത്രം നിർവഹിക്കുന്ന ഒരാൾ ഞാൻ ദിക്റുല്ലാഹി നല്ലപോലെ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ആപ്പിൾ കുറേ അധികം തിന്നവൻ ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറയാൻ പറ്റാത്തതുപോലെ എങ്കിൽ ഇനി രണ്ടാമത്തെ ഒരു ഗൗരവപ്പെട്ട കാര്യമുണ്ട്. ദിക്റുല്ലാഹി എന്ന പരാമർശത്തിൽ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതെല്ലാം ദിക്റുല്ലാഹിയുടെ പരിധിയിൽ ഉൾപ്പെടും വിശാലമായ അർത്ഥത്തിൽ. എന്നാൽ അതിസൂക്ഷ്മ അർത്ഥത്തിലോ വളരെ ഗൗരവമാണിത്. ഏതുപോലെ? ഇസ്ലാമിക ചിന്തയുള്ളവരുടെ വിശാല അർത്ഥത്തിൽ എല്ലാ ആരാധനകളും ദിക്റുല്ലാഹിയുടെ ഭാഗമാണ്. നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? മറ്റെല്ലാ ആരാധനകൾ ഉണ്ടെങ്കിലും ദിക്റുല്ലാഹി ഒന്ന് വേറെ തന്നെയാണ്. പച്ചവെള്ളം, ശുദ്ധജലം.